എടുക്കുന്ന ബ്ലൗസാണ്. ഇത് നമ്മൾ തയ്പ്പിക്കുന്നതല്ല, ഇത് ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ബ്ലൗസാണ്. ഇതെന്ന് വെച്ചാൽ വണ്ണമുള്ളവർക്കും വണ്ണമില്ലാത്തവർക്കും എല്ലാം ഒരേപോലെ നല്ല. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ജീവമാത കാരുണ്യ ഭവനിലെ അനാമിക വിഷ്ണു, അതായത് ഉദയഗിരിജയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉദയഗിരിജയെ കുറച്ച് നാൾക്ക് മുന്നേ ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്നാലും ഇപ്പം വീണ്ടും പുതിയൊരു വീഡിയോ, അതായത് അനാമിക വിഷ്ണു എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സബ്ജക്റ്റ് എന്തെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഇനി വരുന്ന ഓണം ഇനാഗ്രേഷൻ, ആ ഒരു ഫംഗ്ഷൻ നടത്താൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സുകൾ എടുക്കാനായിട്ട് കുറച്ച് ക്യാഷ് സഹായിക്കാൻ പറ്റുന്നവരൊന്ന് അയച്ചു കൊടുക്കണേ എന്നുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ ഇടയിൽ വന്നിട്ട് ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകൾ വരികയുണ്ടായി. അപ്പൊ ആ നെഗറ്റീവ് കമന്റ്സിന് ആള് റിപ്ലൈ കൊടുക്കുന്നത് രീതിയാണ്. അപ്പൊ നമ്മളത് കണ്ടു നോക്കാം. അതിനു മുന്നേ അവർ ഒരു ബ്ലൗസ് കാണിക്കുന്നുണ്ട്, എലാസ്റ്റിക് മോഡൽ. നമ്മൾ കൂടുതൽ മീഷോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം, കൂടുതൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും സീരിയലിലുള്ള ആൾക്കാരൊക്കെ ഇടുന്ന കാണാം. പക്ഷെ അതിൽ എനിക്ക് അവരൊരു ബ്ലൗസ് 310 രൂപ പറയുന്നതിൽ നൈറ്റി ഇടുന്നത് നമ്മളെ അമ്മമാർക്ക് എടുക്കുന്ന ബ്ലൗസാണ്. ഇത് നമ്മൾ തയ്പ്പിക്കുന്നതല്ല, ഇത് ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ബ്ലൗസാണ്. ഇതെന്ന് വെച്ചാൽ വണ്ണമുള്ളവർക്കും വണ്ണമില്ലാത്തവർക്കും എല്ലാം ഒരേപോലെ നല്ല എന്താ പറയുന്നത്, നല്ല ഷേപ്പായിട്ട് കിടക്കും. നമ്മൾ ഈ ഒരു ബ്ലൗസാണ് വാങ്ങിക്കുന്നത്. ഇത് 310 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്ന ബ്ലൗസ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വ്യക്തി കാണിച്ച ബ്ലൗസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, എലാസ്റ്റിക് ടൈപ്പാണ്. കൂടുതൽ നമ്മൾ ഫ്ലിപ്കാർട്ടിലുണ്ട്, അല്ലാണ്ട് ഈ ഒരു മീഷോയിലുണ്ട്. മീഷോയിൽ കുറച്ചും കൂടെ റേറ്റ് കുറവാണ്. അപ്പൊ ആ ഒരു ഒറ്റ ബ്ലൗസ് 310 രൂപയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ അതല്ല പറയുന്നത്, ഇവിടെ നമ്മുടെ മീഷോയിൽ നോക്കിയാൽ കാണാൻ ആ ഒരു ബ്ലൗസിന്റെ കുറച്ച് കാര്യങ്ങൾ ആണ് കേട്ടോ. ഇതേ ടൈപ്പ് ബ്ലൗസ് ആണ്. ഈ ഒരു ബ്ലൗസ് 339 രൂപയാണ്. 4 എണ്ണം ഇതിൽ ഓഫർ കൊടുത്തേക്കുന്നത്. അത് തന്നെ 2 എണ്ണം ആയിട്ടുണ്ട്, അതല്ലാണ്ട് 4 എണ്ണം ആയിട്ടുണ്ട്. അതിന്റെ സൈസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം ആ ഒരു എലാസ്റ്റിക് ടൈപ്പ് മോഡൽ വരുന്നതാണ്. അപ്പൊ ഈ 310 ഒരു ബ്ലൗസിന് എന്ത് റേറ്റ് ആണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ജീവമാതാ കാരുണ്യ ഭവന്റെ അക്കൗണ്ടിൽ രാവിലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. നമ്മുടെ അമ്മമാർക്ക് ഓണത്തിനുള്ള ഡ്രസ്സ് സ്പോൺസർ ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരുപാട് കമന്റ് വന്ന്. ഞാൻ ആദ്യമേ അതിന്റെ സെറ്റ് മുണ്ടിന്റെ റേറ്റ് 600, ഒരാൾ ചോദിച്ചാൽ 600 രൂപ കുറഞ്ഞ് വാങ്ങിക്കത്തില്ലയോ എന്ന്. നമ്മൾ അമ്മമാർക്ക് സ്ഥിരമായിട്ട് ഇവിടെ സെറ്റും മുണ്ടുമാണ്, അമ്മമാർക്ക് സ്ഥിരമായിട്ട് ഇവിടെ നൈറ്റിയാണ് ഇടുന്നത്. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മെഡിക്കൽ ക്യാമ്പിനും നിങ്ങൾ ജീവമാതയുടെ പോസ്റ്റ് നോക്കിയാൽ അറിയാം, നമ്മൾ വർഷത്തിൽ ഒരു സെറ്റും കൊണ്ട് ഓണത്തിന് മാത്രമേ എടുക്കാറുള്ളൂ. അതെന്ന് വെച്ചാൽ ഇച്ചിരി ക്വാളിറ്റി ആയിട്ട് കഴുകിയായാലും അത് പന്നലാവാതെ നല്ല ഈ പ്രാവശ്യം നല്ല വീതിക്കുള്ള കരയൊക്കെയുള്ള ഒരു സെറ്റും മുണ്ടും വാങ്ങിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനാണ് അതിന് 600 രൂപ വില. അത് ശരിയാണ് കേട്ടോ, അതിനോട് ഞാൻ 100% യോജിക്കുന്നു. കാരണം 300-400 രൂപയ്ക്കോ ഇപ്പൊ സാധാരണ കിട്ടാറില്ല. സെറ്റ് മുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ ഡബിൾ മുണ്ട് എന്നൊക്കെ പറയുന്നത് കിട്ടാറില്ല. 600-ന് മേളിലോട്ട് തന്നെ പോകണം. അതുപോലെ ഈ 600-ന് മേളിലോട്ടൊക്കെ മാക്സിമം മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചീത്തായി പോകും. അതായത് നമ്മൾ 1-2 തവണ നനയ്ക്കുമ്പോൾ തന്നെ അതങ്ങ് അതിന്റെ ആ ഒരു പശയൊക്കെ പോയിട്ട് ഒരുമാതിരി കുഴഞ്ഞു പോകുന്ന രീതിയിൽ വരും. മറ്റേ 1000-നുള്ളിലും പിന്നെ 1000-ന് മേളിലൊക്കെ ഉള്ള ഒരു സാരിയോ സെറ്റ് മുണ്ടോ ഒക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. അതാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പം കുറഞ്ഞത് കൊടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് നല്ലത് അമ്മമാർ ഉടുക്കട്ടെ. കാരണം അമ്മമാർക്കൊക്കെ ആരും ഒന്നാമത്തെ കാര്യം ആരും മേടിച്ച് കൊടുക്കാനില്ല. അപ്പം ഇതുപോലെയൊക്കെ ആൾക്കാർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് ഇതുപോലെ കുറച്ച് ഡ്രസ്സുകൾ കിട്ടുന്നത്, ഇതുപോലെ പല പല കാര്യങ്ങളും കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം കൊടുക്കുന്നവർക്ക് കൊടുക്കാം, ഇല്ലാത്തവർക്ക് വേണ്ട. ആഗ്രഹമുള്ളവർക്ക് കൊടുക്കാം, അത്രയേ ഉള്ളൂ. അവരെ നിർബന്ധിക്കുന്നില്ലല്ലോ. അവര് ആ ഒരു കാര്യത്തിനോട് ഞാൻ 100% യോജിക്കുന്നുണ്ട്. എന്തായാലും ബാക്കി പറയുന്ന കേൾക്കാം. പിന്നെ ഒരാൾ അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട്, ബ്ലൗസിന് 300 രൂപയോ എന്ന്. 300 എന്ന് വെച്ചാൽ നമ്മൾ തയ്യക്കൂലി തയ്ച്ചല്ല എടുക്കുന്നത്. നമ്മൾ ബ്ലൗസ് റെഡിമെയ്ഡ് ആയിട്ട് ആമസോണിൽ നിന്ന് ഒന്നിച്ച് ഓർഡർ ചെയ്ത് നമ്മൾ അങ്ങനെയാ ബ്ലൗസ് വരുത്തുന്നത്. പോസ്റ്റ് ഇട്ടതിനകത്ത് ഒരു കമന്റ് വന്ന്, ഒരു രാജലക്ഷ്മി ഷൈജു എന്ന് പറയുന്ന പുള്ളിക്കാരി കമന്റ് ഇട്ടേക്കുന്നത്, ക്യാഷ് അയക്കാതെ പറഞ്ഞിരിക്കുന്ന ഐറ്റം മേടിച്ച് കൊറിയർ ചെയ്യുക, പറ്റുന്നവർ അമ്മമാരുടെ കൈകളിൽ എത്തും. അപ്പൊ ഞാൻ ദേഷിച്ചൊന്നും പറയുവല്ല, നമ്മൾ കൊറിയറിൽ നിങ്ങൾ അയച്ചു തന്നാലും അമ്മമാരുടെ കൈകളിൽ അത് എത്തത്തില്ല. അതിവിടെ ഓഫീസിലേ വരുത്തുള്ളൂ. അത് അമ്മമാർക്ക് കൊടുത്തില്ല, നമ്മളത് മറച്ചു വെക്കാൻ പറ്റത്തില്ലേ? അപ്പൊ അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അത് ക്യാഷായിട്ട് ചോദിച്ചത് അമ്മമാർക്ക് ഒരേപോലുള്ള നൈറ്റി, ഒരേപോലുള്ള ബെഡ്ഷീറ്റ്, ഒരേപോലുള്ള ബ്ലൗസ് പലരും അങ്ങനെ എടുത്തു തന്നാൽ നമ്മളതെങ്ങനെ, നിങ്ങളെ ഒരു പക്ഷേ വാങ്ങിച്ച് അയച്ചു തന്നാൽ നമ്മളത് ഉപയോഗിക്കും. പക്ഷെ ഓണത്തിന് ഇടത്തില്ല. ഓണത്തിന് നമ്മളെല്ലാം ഒരേപോലുള്ള
ഡ്രസ്സേ ഇടത്തുള്ളൂ. ബെഡ്ഷീറ്റ് ആയാലും നമ്മൾ ബെഡിൽ ഒരേപോലെയുള്ള ബെഡ്ഷീറ്റ്. ഒരു ബ്ലൗസിന് 310 രൂപയാണെന്ന് പറയുന്നത്. അത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതെന്ന് പറയുന്നത്. സ്റ്റിച്ചിങ്ങിന് നമ്മൾ ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കിയാലും ഒരു ലൈനിങ് ഇട്ട ബ്ലൗസ് എത്രയൊക്കെ നോക്കിയാലും 350 വരും. അതായത് ഇപ്പൊ സാധാരണ നോർമലായിട്ട് ഒരു ബ്ലൗസ് തയ്ക്കുന്നതിന് ആദ്യമൊക്കെ 150 കിട്ടുമായിരുന്നു. ഇപ്പൊ 150 കിട്ടത്തില്ല. 200, 250 മേളിൽ പോകും. ലൈനിങ് കൂടി ഇട്ടാൽ എങ്ങനെ പൊക്കിയാലും 300 രൂപ തന്നെയാണ് ഒരു ബ്ലൗസ് തയ്ക്കുന്നതിന്. പിന്നെ അതിന്റെ തുണി എടുത്ത് കൊടുക്കുക, ലൈനിങ് എടുത്ത് കൊടുക്കുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതുപോലെ ഓഫറിലൊക്കെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്താൽ അത്രയും നന്നായിരിക്കും. അപ്പൊ അത് പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നുണ്ട്. കാരണം തയ്ച്ച് മേടിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അറിയാം, തയ്ക്കാൻ കൊടുക്കുമ്പോൾ ആ ഒരു കാശിന്റെ ബുദ്ധിമുട്ടും അറിയാം. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇപ്പൊ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ഈ ഓൺലൈൻ ആണെങ്കിൽ നോക്കിയാൽ പോലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതിന്റെ കാര്യത്തിൽ നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി കളക്ഷൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മീഷോയിലും ഈ ആമസോണിലും ഒക്കെ നല്ല കളക്ഷൻ ഉണ്ട്. മീഷോയിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അതിൽ ബാക്കി ഈ പുള്ളിക്കാരി ഇങ്ങനെ കമന്റ് ഇട്ടപ്പം അതിനകത്ത് ചിന്തിക്കേണ്ടതായിട്ട് ഒരു കാര്യമുണ്ട്. ഈ സ്ഥാപനമല്ല, വേറെ ഏതൊരു സ്ഥാപനത്തിലായാലും സാധനമായിട്ട് കൊണ്ടു ചെന്നാൽ അത് എത്തും എന്നുള്ളതിന് ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. കൊടുത്ത് അപ്പം നമുക്ക് കള്ളത്തരം കാണിക്കാനാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കള്ളത്തരം കാണിക്കാം. എനിക്കിപ്പോ ഈ അമ്മമാർക്ക് 1460 രൂപ ഒരാൾക്ക്, അതായത് ബെഡ്ഷീറ്റ്, ബ്ലൗസ്, ഇന്നർ, എല്ലാം നൈറ്റി എല്ലാം കൂടെ ചേർത്താ ഞാൻ അതിന്റെ റേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കള്ളത്തരം കാണിക്കേണ്ട കാര്യം എനിക്കില്ല. ഉണ്ടോ? അത് അല്ലെങ്കിൽ പിന്നെ എന്റെ സ്പോൺസർമാർക്ക് രഹസ്യമായിട്ട് അയച്ചു കൊടുത്തിട്ട് എനിക്ക് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ പുള്ളിക്കാരി അങ്ങനല്ല. നല്ലൊരു വ്യക്തിയാന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കണം, ഇതെങ്ങനെയാ അയച്ചത്, എങ്ങനെയാ എടുക്കേണ്ടത്, എങ്ങനെയാ. നിങ്ങൾക്ക് നമ്മുടെ ജീവമാതയുടെ പോസ്റ്റ് സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ടല്ല വല്ലപ്പോഴും കാണുന്നവർക്കായാലും നമ്മുടെ അമ്മമാരിടുന്ന നൈറ്റി കളർ ഏകദേശം എല്ലാം ഒരേപോലുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. എനിക്ക് അറിയത്തില്ല പുള്ളിക്കാരി എന്തോ അങ്ങനെ ഇട്ടെന്ന് അറിയത്തില്ല. പിന്നെന്ന് വെച്ചാല് നമ്മള് അതിനകത്ത് പുള്ളിക്കാരിയുടെ ഫോട്ടോ എടുത്തിട്ട് അത് നെഗറ്റീവ്. ഞാൻ ചോദിക്കട്ടെ, പബ്ലിക്കായിട്ട് ഒരു സ്ഥാപനത്തിന്റെ 10-68 പേര് താമസിക്കുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ നേരിട്ട് വരികയോ അല്ലെങ്കിൽ നേരിട്ട് ഒരമ്മ ഇവിടെ വന്ന ഒരാളോട് പരാതി പറയുക ഇതേപോലെ കാര്യം എന്ന് പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞാൽ കുഴപ്പമില്ല. ഇതല്ലാതെ കുറെ യൂട്യൂബേഴ്സ് നിന്ന് ഒരു സ്ഥാപനം മെയിൻ ആയിട്ട് ജീവമാതയിൽ എന്തിടുന്ന് അതിനകത്ത് PR വർക്ക് ചെയ്ത് മൊത്തം നെഗറ്റീവ് അടിക്കാൻ ഇങ്ങനെ നിൽക്കുക. അപ്പൊ നമുക്ക് അതൊക്കെ അറിയാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു കമന്റ് ഇടുമ്പോൾ ജീവമാതയ്ക്കകത്ത് നിങ്ങൾ ഒരു ഭക്ഷണത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇടുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇത്രയും അമ്മമാരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ആ അമ്മമാരുടെ ആ പ്രാക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഈ കമന്റ് കണ്ട് ചിലപ്പോൾ ഈ ചെയ്യുന്നവരും കൂടെ മടിക്കത്തില്ലേ? അപ്പൊ അങ്ങനെ മടിക്കുമ്പോഴത്തേന് ഈ അമ്മമാര് മനസ്സെരിഞ്ഞാലെ കൊണ്ട് അത് അവർക്കില്ലാതായത് ആര് കാരണവും മനസ്സറിഞ്ഞ അവര് പ്രാവയൊന്നും വേണ്ട, ഇന്ന വ്യക്തിന്നൊന്നും വേണ്ട, അവരൊന്നും മനസ്സ് ഉരുകി ഒന്ന് വിഷമിച്ചാൽ അത് ആർക്കാ അത് ഭവിക്കുന്നത്? അത് മാത്രം ചിന്തിച്ചാൽ മതി. അതായത് അവര് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാല് കൊടുക്കുന്ന സാധനങ്ങൾ അവിടെ എത്തും എന്നൊക്കെ ഉള്ള രീതിയിലുള്ളതാണ്. അപ്പോൾ ഇവര് പറയുന്നത്, ഇവർക്ക് പറയുമ്പോൾ കുറച്ച് ഇതായിട്ട് പറയാം. കാരണം വെച്ചാല് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവർക്കും അന്നത്തെ ദിവസം ഒരുപോലത്തെയാണ്. അത് വന്നാലും അത് ഓഫീസിലെ ഇരിക്കത്തുള്ളൂ എന്ന് പറയുന്നത് കുറച്ച് ധാർഷ്ട്യത്തോടെയാണ് പറയുന്നത്. ബാക്കി കാര്യങ്ങളും ഓക്കെയാണ്. കാരണം അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ പിന്നെ അവർക്ക് തന്നെ കൊടുക്കേണ്ടില്ലേ. പക്ഷെ അത് അങ്ങനെ പറയാനുള്ള രീതി പറയാം. പക്ഷെ ഇത് വന്നിട്ട് അങ്ങനെ അത് കൊടുക്കാൻ പറ്റില്ല, അതങ്ങനെ എടുക്കത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആഗ്രഹം എല്ലാ ആൾക്കാർക്കും ഒരുപോലെ നല്ല രീതിയിൽ നല്ല ഡ്രസ്സ്, അങ്ങനെയാണ് അവർക്ക് ഒരുമിച്ച് ഒരു ഡ്രസ്സ് ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്, അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും അല്ലെ എനിക്ക് തോന്നിയിട്ടില്ല. ഒരു കമന്റ് ഇട്ടേക്കുന്നത് വിഷ്ണു രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു സാർ ഒരു കമന്റ് ഇട്ടേക്കുന്നത്, ശരിക്കും ഇവർക്കൊരു ഓണക്കോടി എന്ന് വേണം ക്യാപ്ഷൻ. അമ്മമാർക്ക് ഓണക്കോടി കൊടുക്കാൻ പരസ്യം ചെയ്യേണ്ടത് ക്യാഷ് കാൽക്കുലേഷൻ പറഞ്ഞിട്ടല്ല. പറ്റുന്നവർ ഓണക്കോടി മേടിച്ച് ട്രസ്റ്റിന്റെ പേരിൽ അയച്ചു കൊടുക്കാനാണ് പറയേണ്ടത്. അത് പറ്റാത്തവർ ക്യാഷ് കൊടും ചെയ്യും. ഇത് ഡാഡി ഗിരിജ ഫാമിലിക്ക് ഒരു ഓണം കൂടാൻ ക്യാഷ് അയക്കാൻ പറയുന്നതായിരുന്നു നല്ലത്. എനിക്ക് ഓണം കൂടാനെ കൊണ്ട് എനിക്ക് ക്യാഷ് അങ്ങനെ നാട്ടുകാർ അയച്ചു തരേണ്ട കാര്യമില്ല. ഇപ്പൊ നല്ല അധ്വാനിയായിട്ടൊരു ഭർത്താവ് എനിക്കുണ്ട്. എനിക്ക് എൻ്റെ ഏട്ടൻ ആവശ്യത്തിന് ചെലവിന് തരുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെ പറഞ്ഞ് അമ്മമാരുടെ പേര് പറഞ്ഞ് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. ഓണം ഉണ്ടെങ്കിലും കാര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയം ഇപ്പൊ ഞാൻ കള്ളത്തരം പറയരുത്. അപ്പൊ ഞാൻ കള്ളത്തരം പറയത്തുമില്ല, കള്ളത്തരം കാണിക്കത്തുമില്ല. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ ഒന്ന് മനസ്സിലാക്കണം,
ഈ നമ്മള് ഈ കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ ഒരാൾക്ക് ഓണക്കോടി 4400 ഓണക്കോടി കൊടുക്കാൻ പരസ്യം ചെയ്യേണ്ടത് ക്യാഷ് കാൽക്കുലേഷൻ പറഞ്ഞിട്ടല്ല. പറ്റുന്നവർ ഓണക്കോടി മേടിച്ച് ട്രസ്റ്റിന്റെ പേരിൽ അയച്ചു കൊടുക്കാനാണ് പറയേണ്ടത്. അത് പറ്റാത്തവർ ക്യാഷ് കൊടും ചെയ്യും. ഇത് ഡാഡി ഗിരിജ ഫാമിലിക്ക് ഒരു ഓണം കൂടാൻ ക്യാഷ് അയക്കാൻ പറയുന്നതായിരുന്നു നല്ലത്. എനിക്ക് ഓണം കൂടാനെ കൊണ്ട് എനിക്ക് ക്യാഷ് അങ്ങനെ നാട്ടുകാർ അയച്ചു തരേണ്ട കാര്യമില്ല. ഇപ്പൊ നല്ല അധ്വാനിയായിട്ടൊരു ഭർത്താവ് എനിക്കുണ്ട്. എനിക്ക് എൻ്റെ ഏട്ടൻ ആവശ്യത്തിന് ചെലവിന് തരുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞ് അമ്മമാരുടെ പേര് പറഞ്ഞ് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. ഓണം ഉണ്ടെങ്കിലും കാര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയം ഇപ്പൊ ഞാൻ കള്ളത്തരം പറയരുത്. അപ്പൊ ഞാൻ കള്ളത്തരം പറയത്തുമില്ല, കള്ളത്തരം കാണിക്കത്തുമില്ല. നമ്മൾ അവിടെ എത്തിക്കുന്ന സാധനം അത് അമ്മമാർക്കുള്ളതാണെങ്കിൽ അമ്മമാർക്ക് തന്നെ എടുക്കും. പിന്നെ നമ്മൾ എന്തൊക്കെ കള്ളത്തരം കാണിച്ചിരുന്നാലും കള്ളത്തരം കാണിച്ചില്ലെങ്കിലും ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ ഒരു ശക്തി നമ്മൾ ഇനി എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും അത് കാണുന്നുണ്ട്. ഓരോരുത്തരോട് നിങ്ങൾ നൈറ്റി എടുത്ത് തരണേ, അല്ലെങ്കിൽ നിങ്ങൾ ബെഡ്ഷീറ്റ് വാങ്ങിച്ചു തരണേ, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലൗസ് വാങ്ങിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവര് പല കളറാണ്. നമുക്കപ്പോൾ ഓണത്തിന് അത് ഇടാൻ പറ്റത്തില്ല. നമ്മൾ ഓണത്തിന് ഒരേപോലെ അല്ലാത്തപ്പോഴേ അന്നദാനത്തിനും അല്ലാത്ത ദിവസം മെഡിക്കൽ ക്യാമ്പ് ഹോസ്പിറ്റലിൽ പോയാൽ പോലും നമ്മൾ ഒരേപോലെയുള്ള ഡ്രസ്സ് ഇട്ടോണ്ടാ നൈറ്റി ഇട്ടോണ്ടാ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഇട്ടത്. അതൊരു നെഗറ്റീവായിട്ട് പൈസ അപകരിക്കാനെ കൊണ്ട് ഒന്നുമല്ല. ഒരു അമ്മയ്ക്ക് ഒരു ഓണക്കൂടി എന്ന് വെച്ചാൽ ഇത്രയും പേര് ഇവിടെ ഉണ്ട്. നമുക്ക് സർക്കാരിന്റെ ഗ്രാന്റ് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഓരോരുത്തരും സഹായിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അമ്മമാർക്ക് ഈ അന്നദാനവും, നമുക്ക് അന്നദാനം വളരെ കുറവാണ്. എല്ലാ ദിവസവും നമുക്ക് ഫുഡ് കൊടുക്കാൻ സ്പോൺസർമാരില്ല. അപ്പം എല്ലാം നമുക്ക് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ അമ്മമാർക്ക് ഓണക്കോടിയും കൂടെ കൊടുക്കാനുള്ള ഒരു സാമ്പത്തികമില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ആലോചിച്ചതിന് ശേഷം അങ്ങനെ ഒരു പരസ്യം നമ്മൾ ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇടുമ്പോൾ ഒരു വീഡിയോയുടെ താഴെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വന്ന് നെഗറ്റീവ് കമന്റ്സ് ഇടുമ്പോൾ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ തോന്നും, ഈ കമന്റ്സ് ഇടുന്ന ആൾക്കാർ സഹായിക്കാൻ വരുന്ന ആൾക്കാരായിരിക്കും ഒരു പക്ഷേ. അപ്പൊ അവരുടെ മനസ്സിൽ തോന്നും, അയ്യോ ഇത്രയും ആൾക്കാർ നെഗറ്റീവ് ഇടുന്നില്ലേ, അപ്പം അവിടെ എന്തെങ്കിലും പ്രശ്നം കാണും, അവർക്ക് ആ ഒരു സംഭവങ്ങൾ എത്തുന്നില്ല, അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ചിന്ത അവിടെ എത്തുവാണ്. ആ ഒരു ചിന്താഗതി അവിടെ മാറ്റാൻ പറ്റത്തില്ല. കാരണം ഒരാളിടുന്ന നെഗറ്റീവിന്റെ കമന്റിന് താഴെ വീണ്ടും അടുത്ത ആളിടും അങ്ങനെ ഇങ്ങനെ ഒരുപാട് കമന്റ്സുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അവർക്കൊരു ഇതാണ്, ടെൻഷനാണ്, അയ്യോ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ എത്തത്തില്ല. അപ്പൊ അതവിടെ സ്റ്റോപ്പ് ആവും. അപ്പൊ ഈ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന ഇവര് കിട്ടണം എന്ന് പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഈ അമ്മമാർക്ക് എന്ത് ചെയ്യും, അവരുടെ മനസ്സ് വേദനിക്കും. അപ്പൊ എന്ത് ചെയ്യും, അവര് അയ്യോ നമുക്ക് കിട്ടേണ്ടല്ലേ, ആ ഒരു കുട്ടി കാരണല്ലേ പോയി എന്ന് പറഞ്ഞ് ആ ഒരു കുട്ടിക്ക് അതിന്റെ പ്രാക്ക് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കുറിച്ചിട്ടുള്ള ഒരു നെഗറ്റീവ് കമന്റ്സ് നമ്മൾ കാരണം ഒരാൾക്കും ഇതുപോലെ കാര്യങ്ങൾ കിട്ടുന്ന ഒരു സഹായം, അതായത് കമന്റ്സ് ഇടുന്ന ആൾക്കാരോടാണ് കിട്ടുന്ന സഹായം ഇല്ലാണ്ടാക്കരുതെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു അന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഏകദേശം 30 പേരൊക്കെയാണ് അന്ന് അമ്മമാരൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ 68 പേരൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുക ഈ ഒരു 68 പേരെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് കഷ്ടമുണ്ട്, 1-2 പേരല്ല. അപ്പോൾ രാവിലെ മുതൽ അവരുടെ പല കാര്യങ്ങളും, അതായത് അവർക്ക് ഇനി TV കാണണം, അത് ചെയ്യണം, ഇതും ചെയ്യണം, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ചില ആൾക്കാർ അവരുടെ കാര്യങ്ങൾ സ്വയം എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യും, ചില ആൾക്കാർ ചെയ്യത്തില്ലായിരിക്കും. അതിന് പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളെല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഇതിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിട്ട് കമന്റ്സ് ഇടുന്ന ആൾക്കാരോടാണ്. വീടല്ല, ഇതൊരു അനാഥാലയമാണ്. ഇതൊരു ആരുമില്ലാത്തവരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും തെരുവിൽ നിന്നും നടക്കുന്നവരെ കൊണ്ടുവരുന്ന ആരുമില്ലാത്തവർ ഒരു സ്ഥാപനമാണ്. അപ്പൊ നിങ്ങളുടെ ഒരു കമന്റ് എത്ര മനസാക്ഷി ഉണ്ടെങ്കിൽ ഇങ്ങനൊരു നിങ്ങളൊരു കമന്റ് ഇടുന്നത്. നിങ്ങൾ ഒരു നേരത്തെ ഫുഡ് ഇവിടെ തരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ വന്ന് കുറച്ചു നേരം അമ്മമാരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? അവരെങ്ങനെ ഇവിടെ വന്നു? ഞാൻ ആരെയും വീടുകളിൽ പോയി നിർബന്ധിച്ച് കൊണ്ടുവരുന്നതല്ല, പൈസ തന്ന ആരെയും നിർത്തുന്നതല്ല. ഇതെല്ലാം പോലീസ് സ്റ്റേഷന്റെയും പോലീസ് സ്റ്റേഷന്റെ കത്താണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്, അവരെ സംരക്ഷിക്കാൻ ആരുമില്ലെന്നുള്ളത്. അപ്പൊ നമ്മൾ അത്രയും ഇതെടുത്ത് ഓരോ ദിവസവും എത്ര എടുത്തുന്ന ആൾക്കാർ നമ്മളെ വിളിക്കുന്നത്, അമ്മമാരെ ഉണ്ട്, അച്ഛന്മാരുണ്ടെന്ന്. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അപ്പോഴേ ഞാൻ പോയി കൊണ്ടുവരും. മക്കളൊക്കെ ഉള്ളതാണെങ്കിൽ ഞാൻ പറയും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ ആഗ്രഹങ്ങളാണ്. അവർ പറയുന്നത് ഒരുപോലെയുള്ള ബെഡ്ഷീറ്റ്, ഒരുപോലെയുള്ള ഡ്രസ്സുകൾ, അപ്പൊ ഇതുപോലെ അതായത് ബൾക്കായിട്ട് എടുത്തിട്ട് അതിന് 2.5 മീറ്റർ ഒക്കെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ബെഡ്ഷീറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ അവർക്ക് ഒരുപാട് സഹായങ്ങൾ വേണം. അതുകൊണ്ടാണ് വീഡിയോയിലൂടെ ഒരു പോസ്റ്റിലൂടെ അവരിങ്ങനെ അറിയിച്ചത്. അപ്പോൾ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാം, ഇല്ലാത്തവർക്ക് കൊടുക്കണ്ട. അപ്പൊ അങ്ങനെ ഏത് രീതിയിലും ഈ കമന്റ്സ് ഇടുന്ന ആൾക്കാർക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്താ പറയാ, ഈ കമന്റ്സ് ഇടുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, കമന്റ്സ് ഇടുമ്പോൾ ഈ ഒരു കാര്യത്തിൽ, ബാക്കിയുള്ള കാര്യത്തിനൊന്നും അറിയേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ അമ്മമാർക്കുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ ഒരാൾ നെഗറ്റീവ് ഇട്ട് അടുത്ത ആൾ നെഗറ്റീവ് ഇട്ട് ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അവർക്ക് അത് ഭയങ്കരമായിട്ട് വിഷമവും. കാരണം ഒരാൾ കാരണം ഇതുപോലെ അവർക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം, അവർക്ക് കിട്ടാനുള്ള കുറച്ച് ഡ്രസ്സുകളോ ഒക്കെ നഷ്ടപ്പെടുമ്പോഴത്തേക്ക് അമ്മമാരുടെയൊക്കെ മനസ്സിന് വേദനിക്കും. അപ്പൊ നിങ്ങൾ ഈ കമന്റ്സ് ഇടുന്ന ആൾക്കാർ കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ കാണുമല്ലോ, അപ്പൊ അവര് കമന്റ്സ് ഇട്ട് മറ്റുള്ളവരെയും കൂടി ഇങ്ങനെ ഇടിച്ച് താഴ്ത്താണ്ടിരുന്നാൽ ആ ഒരു ആനുകൂല്യം കൂടി അവർക്ക് കിട്ടും.
അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി കാണും കേട്ടോ. അപ്പോൾ ഹൈപ്പ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്തും കൂടി. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റ.